നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരി ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വല്ലാത്ത സങ്കടത്തോടു കൂടി അച്ചു അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രീഹരി വെച്ച് എന്ത് പറ്റി, മുഖത്ത് വല്ലാത്തൊരു വാട്ടമാണല്ലോ. അതെ, ഞാൻ തന്നെയുള്ളൂ, അതുകൊണ്ട് നല്ലൊരു വിഷമമുണ്ട് ശ്രീഹരിയും കൂടെ പോയി കഴിയുമ്പം. അല്ല, അമ്മയ്ക്കില്ലേ? അമ്മ ക്ഷേത്രത്തിൽ പോയേക്കുക, പിന്നെ സേതുവേണ്ണും പല്ലവിച്ചും കൂടെ എഴുത്തുപുര വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് ശ്രീഹരിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എടോ, എനിക്ക് എന്ന് പോകാതിരിക്കാൻ പറ്റില്ല. അതെ, ഒരു വലിയൊരു ഓർഡറാണ്, അപ്പോൾ ആ ഓർഡർ എടുത്തേ മതിയാവുള്ളൂ. അല്ലെ, എങ്ങോട്ടാ പോണേ? സ്ഥലപ്പേര് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ പോകുന്ന സ്ഥലവേ എവിടെയാണെന്നറിയാവോ? സേതുവേണ്ട അമ്മ വീടിൻ്റെ അവിടേക്ക്. സേതുവേണ്ട അമ്മ വീടാ? അതേനേ, ആ സ്ഥലത്തേക്കാ പോകുന്നേ. അല്ല, അത് കുറച്ച് ദൂരമില്ലേ? അതേനേ, കുറച്ച് ദൂരമുണ്ട്. അല്ല, താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് ഓടി വരത്തില്ലേ? അത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു, പോയിട്ട് വരാൻ പറയണ. അല്ല, പിന്നെ എന്താ ഒരു മടി പോലെ? അത് പിന്നെ എനിക്ക് മനസ്സിലായി. അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് ശ്രീഹരി ഒരു ഉമ്മ കൊടുത്തു. അച്ഛന് സന്തോഷമായി. ശരിയെന്നും പറഞ്ഞ് അച്ഛനെ അങ്ങനെ യാത്രയാക്കുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? വലിയൊരു ബാഗൊക്കെ തോളത്തിട്ട് ഹോട്ടൽ മാൻസ് ഇന്റർനാഷണലിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്ന് റിസപ്ഷനിൽ ചെന്നിട്ട് റൂം എടുക്കാൻ വേണ്ടി തന്റെ കാർഡ് കാണിച്ചു. സേതു മാധവൻ എന്നൊരു കള്ള ആധാർ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രന് ആ സമയത്തിനുള്ളിൽ തന്നെ. അങ്ങനെ അതിനകത്തെ ഫോട്ടോയും ഇന്ദ്രനും തമ്മിൽ അയാൾ നോക്കി. അല്ല, എന്താ സാർ, എന്താ നോക്കണേ? അല്ല, ഈ ഫോട്ടോയും താനും തമ്മിൽ എനിക്കറിയാം, ഈ ഫോട്ടോയും ഞാനും തമ്മിൽ ഒന്ന് സെറ്റ് ആകുന്നില്ലല്ലേ? അതെ, അതെന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. അന്ന് എനിക്ക് കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ തടിയൊക്കെ കുറച്ചിരിക്കുക. അല്ലെങ്കിലും ആധാർ കാർഡിലെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ സാറേ? പെറ്റമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ശരി, അങ്ങനെ അയാൾ പറഞ്ഞു. അയാൾ റൂമൊക്കെ കൊടുത്തു. ഒടുവിൽ ഇന്ദ്രൻ എന്ത് ചെയ്യണം? ഭയങ്കര സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോകണം. അപ്പൊ സേതുവിന്റെ ഐഡന്റിറ്റിയാണ് അയാൾ എല്ലാത്തടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും താൻ പിടിക്കപ്പെടില്ല എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ട്. അതേസമയം ഋതുവിന് നല്ല പെയിനായി. ഋതുവിന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഋതു പതുക്കെ മുറിയിൽ നിന്ന് എഴുന്നേറ്റു. അച്ചുവിനെ വിളിക്കണം, പക്ഷെ അച്ചു കേട്ടില്ല. ഒടുവിൽ ഋതു പതുക്കെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരിക. അച്ചു അച്ചു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അച്ചു അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം ഇന്ദ്രന് ഹോട്ടലിലെ മുറിയിലേക്ക് ചെന്നു. തന്റെ വേഷമൊക്കെ ഒന്ന് മാറ്റി. ഇത്ര സമയം ജീൻസും ഷർട്ടും ആയിരുന്നു, ഇപ്പം ഷർട്ടും മുണ്ടുമാക്കി ഒരു നെറ്റിയിൽ ചന്ദനക്കുറിയെ തൊട്ടു. സേതുമാധവനായിട്ട് വേഷപ്പാർച്ച നടത്തുവാണ് ഇന്ദ്രന്. അതിനുശേഷം ഇന്ദ്രൻ വിളിക്കുന്ന വേണുവിനെയാണ്. വേണുഗോപാലിനെ വിളിച്ചു. സാറേ, മറന്നുപോയോ? ഞാൻ സേതുമാധവനാണ്. പറയണം. അല്ല, സാറ് ഇന്ന് കാണാന്ന് പറഞ്ഞു. അതെ, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, വരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാറ് ശരിയാന്നേ? വരാതിരുന്നിട്ടുണ്ടെങ്കിൽ സാറിന് തന്നെയാ നഷ്ടം. എനിക്ക് നഷ്ടമോ? അതെ, സാറ് വരായിരുന്ന സാറിന് വലിയ നഷ്ടം തന്നെയാ. പിന്നെ പല സമയത്ത് ആരെയും കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് വന്നാൽ മതി. അതെന്താ ഒറ്റയ്ക്ക്? അതാണ് സാറ് കൂടുതൽ സൗകര്യം, ഒറ്റയ്ക്ക് തന്നെ വരണം. അല്ല, ഭാര്യയെ കൂട്ടുന്നതിന് എന്താ കുഴപ്പം? ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, സാറ് തന്നെ വന്നാൽ മതി, അതായിരിക്കും സാറിനും നല്ലത്. ഒടുവിൽ ഇന്ദ്രൻ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ഇങ്ങേ തലയ്ക്കല് വേണുഗോപാൽ ഹലോ ഹലോ പറഞ്ഞെങ്കിലും അപ്പോഴേക്ക് ഇന്ദ്രൻ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. അയാൾ എന്തിനാ പോലും തന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ. ഒടുവിൽ ഒറ്റയ്ക്ക് പോകാൻ തന്നെ വേണുഗോപാലെ തീരുമാനിച്ചു. ഈ സമയം ഋതു പതുക്കെ താഴേക്ക് ഇറങ്ങി വരുക. സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഹാളിൽ അച്ചു ഉണ്ടായിരുന്നു. പകുതി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു, അച്ചു എനിക്ക് തീരെ വയ്യാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ഓടി അങ്ങോട്ടേക്ക് വരിക. അപ്പോഴേക്ക് ഋതു സ്റ്റെപ്പ് ഇറങ്ങി ഒരു വിധത്തിൽ താഴെ എത്തി. ഋതുവിന്റെ അടുത്ത് വന്നിട്ട് അച്ചു ചോദിച്ചു, എന്താ ഋതു എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് ഋതു ബോധം കിട്ടുപോയി. പിന്നെ ഋതുവിന് ബോധം ഉണ്ടായിരുന്നില്ല. അച്ചു അകത്തേക്ക് ഓടിപ്പോയി ഇത്ര വെള്ളമൊക്കെ എടുത്തിരുന്ന് മുഖത്ത് തെളിച്ചു. പക്ഷേ എങ്കിൽ ആ സമയത്തും ഋതുവിനൊരു ബോധം ഉണ്ടായില്ല. ഇതേ സമയത്ത് വേണുഗോപാല് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വന്നു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും മയൂരും കൂടെ എന്നിട്ട് ചോദിച്ചു, ഇതെങ്ങോട്ടാ അച്ഛൻ പോന്നേ? അതെ, എനിക്ക് പുറത്തു വരുന്ന അത്യാവശ്യമായിട്ട് പോകണം. എന്നാ വേണ്ടോണ്ട് തന്നെ പോണ്ട, അതേ മോള് വരും കൂട്ട്. മയൂര് പറഞ്ഞു, ഞാൻ വരാച്ചാ. അതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ തന്നെ പോണ്ട കേസാ. അതെങ്ങനെ ശരിയാവും? അച്ഛന് കാല് വയ്യാത്തല്ലേ? വയ്യാത്ത കാലും വെച്ചോണ്ട് അച്ഛൻ എങ്ങനെയാ പോന്നേ? അച്ഛനിവിടെ നിൽക്കുക, ഞാനും കൂടെ വരാം. അത് വേണ്ട, മോള് വരേണ്ട കാര്യമില്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാം. അല്ല അച്ഛാ, അതെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നേ? എടോ, ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നതിന്റെ അത്ര നാളിലൊന്നും ബുദ്ധിമുട്ടില്ല സ്വയം ഡ്രൈവ് ചെയ്യുന്നതിന്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാലോ. പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് നല്ലൊരു ടെൻഷനുണ്ട്. ഒടുവിൽ വണ്ടിയുടെ അടുത്ത് വരെ മയൂരി ലക്ഷ്മി അമ്മയും കൂടെ വരുവാണ്. അങ്ങനെ കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്ത് വേണുഗോപാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ മയൂരിക്ക് തോന്നി. മയൂരി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അച്ഛൻ്റെ പോക്ക് അത്ര ശരിയായിട്ടുള്ള പോക്കല്ല, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ലക്ഷ്മി അമ്മ പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട് മോളെ, എന്താ കാര്യം എന്നറിയില്ല, എവിടെയോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. ആ സമയം എഴുത്തുപുര വീട്ടിലായിരുന്നു സേതുവും പല്ലവിയും
സേതുവിനും പല്ലവിക്കും വേണ്ടിയിട്ട് അവല് വിളയിച്ചൊക്കെ എടുത്തു കൊടുത്ത് ശോഭ. മൂന്നും മാഷും പാറുമൊക്കെ അടുത്തുണ്ട്. അപ്പോഴേക്കും സേതു പറഞ്ഞു, എത്ര നാളായി ഇങ്ങനെ അവല് വിളയിച്ചൊക്കെ കഴിച്ചിട്ട്. ഓ, എന്തൊരു രുചിയാ. അല്ലെങ്കിലും ഇത്തിരി ഏലക്കാപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ സമയം ശോഭ പറഞ്ഞു, ഇവിടെ ഇത് മാഷിനും പല്ലവിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവളുണ്ടല്ലോ പാറു, അവൾക്ക് ഇഷ്ടം എണ്ണപ്പലഹാരമാണ്. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ പറയും അവൾക്ക് എണ്ണപ്പലഹാരം മതിയെന്ന്. സേതു പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. സ്കൂൾ വിട്ട് വരുമ്പോഴേ ഇത് കിട്ടുവാണെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയാവോ. ഇതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാ. അല്ലെങ്കിലും അമ്മയുടെ ഐശ്വര്യമുള്ള കൈകളല്ലേ. പാറു പറഞ്ഞു, പിന്നെ ഐശ്വര്യയുടെ കൈ, അതെ നിനക്ക് വിലയില്ല. പാറു പറഞ്ഞു, എനിക്ക് ആദ്യമൊന്നും ഇത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ഇന്ദ്രപ്രസ്ഥത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ഓരോ ആഹാരത്തിൻ്റെ രുചിയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയം സേതുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ചു വിളിക്കുന്നത്. എന്താച്ചു, എന്തു പറ്റി? സേതുവേട്ടാ എന്ന് പറഞ്ഞ് കരയുവാണ്. എന്താച്ചു? അത് പിന്നെ ഋതു ഇവിടെ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണെന്നോ? അവൾക്ക് ബോധമില്ല. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ആംബുലൻസ് വിളിച്ചു നോക്കിയിട്ട് കിട്ടിയതുമില്ല. സേതുവേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ മോളെ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പല്ലവിച്ച് എന്താ ഋതു ബോധം കെട്ടു പോയെന്ന്. അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. പ്രഗ്നൻസി ടൈം അല്ലേ, എന്താ പ്രശ്നമെന്ന് അറിയില്ല. അപ്പോഴേക്കും പാറുവരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളും കൂടെ വരാം. തൽക്കാലത്തേക്ക് നിങ്ങൾ വരണ്ട, ഞാനും പല്ലവിയും കൂടെ ഇന്ന് ചെന്ന് നോക്കട്ടെ, കാര്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് വിളിക്കാം. അതും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേണുഗോപാൽ എന്ത് ചെയ്തു, വണ്ടി ഓടിച്ചുകൊണ്ട് ആ ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടൽ മാനസിലേക്ക് പോവാണ്. അങ്ങനെ പോണ സമയത്ത് വഴിക്ക് വെച്ച് വണ്ടി ഒന്ന് കേടായി. വണ്ടി എന്തോ ഒരു ബ്രേക്ക് ഡൗൺ കാണിച്ചു. പെട്ടെന്ന് വണ്ടി സൈഡ് ഒതുക്കി ഒരു വിധത്തിൽ നിർത്തുവാണ്. നിർത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നീട് നേരെ എന്ത് ചെയ്യണം, ഷോറൂമിലേക്ക് വിളിച്ചു പറഞ്ഞു. സർവീസ് ഷോറൂമിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇരിക്കും, ഒരു വണ്ടി പോലും വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു. പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ച് നിർത്തുവാണ്. അത് ശ്രീഹരി വന്ന ഓട്ടോറിക്ഷയായിരുന്നു. അങ്ങനെ വേണുഗോപാൽ വണ്ടിക്കകത്ത് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീഹരി വന്നിട്ട്, എന്താ സാറേ, എന്താ കാര്യം? അതെ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ? എനിക്കിവിടെ അടുത്ത് വരെ പോകണമായിരുന്നു. അയ്യോ സാറേ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഓട്ടം വന്നതല്ല, ഞാൻ വേറൊരു ആവശ്യമായിട്ട് ഇവിടെ വന്ന. അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഹോട്ടൽ മാനസ ഇന്റർനാഷണൽ വരെ ഒന്ന് കൊണ്ടേയാക്കാവോ? അയ്യോ സാറേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തുകാരനല്ലെന്ന്. എനിക്ക് വഴിയേ അറിയത്തില്ല. വഴിയൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പ് വഴി ഞാൻ സെറ്റ് ചെയ്ത് തരാം, കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. അതുകൊണ്ട് സാറ് വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് പോകാവോ? വേറെ വണ്ടിയൊന്നും കാണാഞ്ഞിട്ടാ. ഒടുവിൽ ശ്രീഹരി നോക്കിക്കഴിഞ്ഞപ്പം കാല് മേലാത്തങ്ങ ആളല്ലേ, ശരി സാറ് കയറിക്കോ. അല്ല സാറ് ഈ വയ്യാത്ത കാര്യം വെച്ചാണ് ഇവിടം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നേ? അതെ, ഇവിടെ വരെ വന്നപ്പോഴാണ് വണ്ടി കേടായിപ്പോയത്. ഞാൻ സർവീസ് ഷോറൂമിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് വണ്ടി നോക്കിക്കോളും. അങ്ങനെ ശ്രീഹരി അയാളെയും കൊണ്ട് ഹോട്ടൽ മാനസ ഇന്റർനാഷണലിലേക്ക് പോവാണ്. അപ്പോഴേക്കും സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് ഓടി വന്നു. പൊന്നുമ്മയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചു ഒന്ന് കരയുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു, എന്താ അച്ചു? ഋതുവിനും ബോധം വീഴുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും സേതുവും പല്ലവിയും വല്ലാതെ വിഷമിച്ചു പോയി. അവർ നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോഴും ബോധമില്ലാതെ ഋതു കിടക്കുക. പിന്നെ സേതു ഒന്നും നോക്കില്ല. ഋതുവിനെ കോരിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുവാണ്. പല്ലവി അച്ചുവൊക്കെ പിന്നാലെ തന്നെ ഓടിച്ചെന്നു. അതേസമയം ഹോട്ടലിന് മുന്നിൽ വന്ന് വണ്ടി വന്ന് നിന്നു. ശ്രീഹരി പറഞ്ഞു, ഇതാ സാർ ഹോട്ടൽ എന്ന് പറയണം, ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല സാർ ഇവിടെ ആരെ കാണാൻ വേണ്ടി വന്നാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ഒരു സേതുമാധവനെ എന്ന് പറയണം. സേതുമാധവനോ? ഈ സമയം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ ഇന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടോറിക്ഷയിൽ ആരോ വന്നിറങ്ങുന്നത്. ഇവിടെയാണ് ഈ ഓട്ടോറിക്ഷ വന്നിറങ്ങുന്ന പിച്ചക്കാരുള്ള എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നോക്കുമ്പോഴത്തേന് ശ്രീഹരി, ഇത് ശ്രീഹരിയാണല്ലോ. ഇന്ദ്രൻ പിന്നെ ഒന്നും നോക്കില്ല, അകത്തേക്ക് കയറി ഓടി. ജസ്റ്റ് ഇന്ദ്രനെ കാണാതിരുന്നേ. ആ സമയത്ത് സേതുമാധവൻ എന്ന പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീഹരി ഒരു അന്താളിപ്പോട് ചോദിച്ചു, അല്ല ഒരു സേതുമാധവൻ എനിക്കറിയാം, അത് അയാളായിരിക്കുമോ? ഇതല്ല, ഇത് വേറെ ആളാ. അല്ല സാറെ നമ്പർ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്പർ കാണിക്കുവാണ്, ഇന്ദ്രൻ്റെ നമ്പർ, ഇന്ദ്രൻ വിളിച്ച നമ്പർ. ആ നമ്പർ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഒരു നിമിഷം ശ്രീഹരി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.